ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്നലെ നേപ്പാളിൽ കലാപത്തിൻ്റെ തീ ആളി പടരുകയായിരുന്നു. ഇന്ന് നേപ്പാളിൽ സ്ഥിതി കുറച്ച് ആശ്വാസമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, കാഠ്മണ്ഡു വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനമൊക്കെ സാധാരണ നിലയിലേക്ക് പതുക്കെ മടങ്ങി വരികയാണ്. പൂർണ്ണതോതിലെല്ലാം വൃത്തിയായി എന്നുള്ളതല്ല, നേപ്പാളിലെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും കലാപത്തിൻ്റെ തിരികളുണ്ട്. മാത്രമല്ല, ജനജീവിതം സാധാരണ നിലയിലേക്ക് വരാൻ ദിവസങ്ങളെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ കലാപത്തിൻ്റെ തീ പതുക്കെ കെട്ടുപോകുന്നു എന്ന് അറിയുന്നു. പ്രൈം ടൈം ആരംഭിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആശങ്കയുടെ കാര്യം, ലോട്ടറി ടിക്കറ്റിൻ്റെ കാര്യം ഈ GSTയിലുണ്ടായ മാറ്റം 2 സ്ലാബായി ചുരുങ്ങുകയും സ്പെഷ്യൽ ലക്ഷറി സാധനങ്ങൾക്കൊക്കെ 40% തീരുവ ചുമത്താൻ തീരുമാനിക്കുകയോ ചെയ്തപ്പോൾ ലോട്ടറി ടിക്കറ്റിൻ്റെ വില കൂടുമോ എന്നൊരു ആശങ്ക നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ലോട്ടറി ടിക്കറ്റുകളുടെ GST ഉയർന്നാലും ടിക്കറ്റ് നിരക്ക് ഉടൻ വർദ്ധിപ്പിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. താഴെത്തട്ടിലുള്ള വിൽപ്പന തൊഴിലാളികളുടെ കമ്മീഷൻ തുക കുറയില്ല. പകരം ഏജന്റന്മാരുടെ കമ്മീഷനിൽ ചെറിയ കുറവ് വരുത്തിയേക്കും. ഓണം മെമ്പർ ടിക്കറ്റിന്റെ വിലയും വർദ്ധിപ്പിക്കില്ല. ഇന്ന് ചേർന്ന ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിലാണ് ധനമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ആൻഡ് എക്സ്ക്ലൂസീവ്. ഈ മാസം 22 മുതൽ പുതിയ GST നിരക്ക് നിലവിൽ വരും. ലോട്ടറി GST നിരക്ക് 28-ൽ നിന്ന് 40% ഉയരും. നികുതി വർധനവ് ലോട്ടറി വാങ്ങുന്നവരുടെ ബാധ്യതയായി മാറ്റരുത് എന്ന പൊതുവികാരമാണ് ധനമന്ത്രി വിളിച്ചു ചേർത്ത ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിൽ ഉയർന്നത്. 2 മാസം മുൻപാണ് സാധാരണ ലോട്ടറിയുടെ വില 50 രൂപയായി ഏകീകരിച്ചത്. ഇനിയും ഉടൻ തുക വർദ്ധിപ്പിക്കരുതെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. ഈ ആവശ്യം ധനമന്ത്രി അംഗീകരിച്ചു. എന്നാൽ ലോട്ടറി ടിക്കറ്റിന്റെ വില 50 രൂപയാക്കിയപ്പോൾ ഏജന്റുമാർക്ക് നിശ്ചിത ശതമാനം കമ്മീഷനും ഉയർന്നിരുന്നു. ഇത് വെട്ടിക്കുറയ്ക്കാനാണ് ആലോചന. എന്നാൽ സാധാരണ ലോട്ടറി വിൽപ്പനക്കാരുടെ കമ്മീഷനിൽ കുറവ് വരില്ല എന്നും മന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി. അടുത്ത ആശങ്ക ഓണം മെമ്പറിലായിരുന്നു. എന്നാൽ 22-ന് ശേഷം ഓണം മെമ്പർ ടിക്കറ്റ് വിലയും കൂട്ടില്ല എന്ന് മന്ത്രി യോഗത്തിൽ അറിയിച്ചു. 27-ന് നറുക്കെടുക്കേണ്ട ഓണം മെമ്പർ ലോട്ടറികൾ പൂർണ്ണമായും 21-ന് മുൻപ് പ്രിന്റ് ചെയ്ത് ലോട്ടറി ക്ഷേമനിധി ബോർഡിന് കൈമാറും. അതിനാൽ 28% GST മാത്രമേ ഓണം മെമ്പർ ലോട്ടറിക്ക് ഈടാക്കുകയുള്ളൂ. 22-ാം തീയതിക്ക് ശേഷവും 500 രൂപയ്ക്ക് തന്നെ ഓണം മെമ്പർ ലോട്ടറിയിൽ വിപണിയിൽ ലഭിക്കും. സർക്കാരിന് നഷ്ടമുണ്ടാകാതെ GST പരിഷ്കാരത്തെ തുടർന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ മറികടക്കാമെന്നതിൽ ധനവകുപ്പ് കൂടുതൽ ചർച്ചകൾ നടത്തും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. എന്തായാലും സാധാരണ ലോട്ടറി വിൽപ്പനക്കാരെ ഒന്നും ഇത് ബാധിക്കുന്നില്ല എന്നറിയുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആശ്വാസകരമാകും. കാര്യം കടുത്ത ഉത്കണ്ഠയിലായിരുന്നു ഇവരെല്ലാവരും. മാത്രമല്ല, ഇടയ്ക്ക് വെച്ച് ഈ 40% അടിച്ചു കഴിഞ്ഞാൽ ലോട്ടറിയുടെ വില വ്യത്യാസം വരും. അതൊക്കെ തന്നെ പ്രശ്നമായിരുന്നു. എന്തായാലും ആ കേറാമുട്ടിക്കൊക്കെ ഇപ്പോൾ ഒരു പരിഹാരമായി എന്നറിയുമ്പം സന്തോഷം. മറ്റൊരു വാർത്തയിലേക്ക്. പ്രതിപക്ഷത്തിന്റെ കടുത്ത വിയോജിപ്പിനിടയിലും രാജ്യമൊട്ടാകെ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ നീക്കം തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒക്ടോബറോടെ നടപടികൾ തുടങ്ങാനാണ് ഇപ്പോഴത്തെ ആലോചന. ഡൽഹിയിൽ ചേർന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസേഴ്സിന്റെ യോഗത്തിൽ സംസ്ഥാനങ്ങളോട് തയ്യാറെടുപ്പുകൾ വേഗത്തിലാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. ബീഹാർ വോട്ടർ പട്ടിക വിവാദവും വോട്ട് കൊള്ള ആരോപണവും തള്ളിയാണ് രാജ്യവ്യാപക പരിഷ്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുക്കുന്നത്. ബീഹാർ മാതൃകയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകയറി വോട്ടർമാരെ നേരിട്ട് കണ്ടാകും പരിശോധന നടത്തുക. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഒരുക്കങ്ങൾ വിലയിരുത്തിയ കമ്മീഷൻ ഈ മാസത്തോടെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രീതികളും തയ്യാറെടുപ്പുകളും യോഗത്തിൽ അന്തിമമാക്കി. 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രക്രിയ ഒക്ടോബറിൽ തുടങ്ങാനാണ് ആലോചന. അതിനുശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തുടർന്ന് ആക്ഷേപങ്ങൾ സമർപ്പിക്കാനും സമയം നൽകും. 2026 ജനുവരിയോടെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നീക്കം. ബീഹാർ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വോട്ടർമാർ ഒപ്പിട്ട എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതുണ്ട്. പൗരത്വം തെളിയിക്കാൻ ഉപയോഗിക്കാവുന്ന രേഖകളെക്കുറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരിൽ നിന്നും കമ്മീഷൻ അഭിപ്രായം തേടി. ബീഹാറിലെ പരിഷ്കരണ പ്രക്രിയയിൽ ആധാർ സാധുവായ രേഖയായി സ്വീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. മരിച്ചവർ, സ്ഥിരമായി താമസം മാറിയവർ, ഇരട്ട വോട്ടുകൾ, പൗരന്മാരല്ലാത്തവർ എന്നിവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക, ഒപ്പം വോട്ടവകാശമുള്ള എല്ലാ പൗരന്മാരെയും ഉൾപ്പെടുത്തുക എന്നിവയാണ് പ്രക്രിയയുടെ ലക്ഷ്യം. വോട്ടവകാശമുള്ള പൗരന്മാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ BJPയുമായി ചേർന്ന് നടത്തുന്ന നീക്കമാണ് കമ്മീഷന്റേതെന്നാണ് പ്രതിപക്ഷ വിമർശനം. എന്നാൽ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത ഉറപ്പാക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 24 ഡൽഹി.
പുതിയ തലമുറയുടെ ജൻസി പ്രക്ഷോഭത്തിൽ ഉലഞ്ഞ നേപ്പാളിൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ തുടരുകയാണ്. രാജ്യം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണിപ്പോൾ. മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിക്ക് ഭരണ ചുമതല നൽകാൻ ധാരണയായി ആണ് നേപ്പാളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സംഘർഷം അയഞ്ഞതോടെ കാഠ്മണ്ഡു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. സംഘർഷങ്ങൾക്കിടെ ജയിൽ ചാടി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 10 വിചാരണ തടവുകാരെ തിരിച്ചു പിടിച്ച് ജയിലിലാക്കി. ക്രമസമാധാന നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതു മുതൽ നേപ്പാളിലെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. രാത്രി മുതൽ കാഠ്മണ്ഡു അടക്കമുള്ള നഗരങ്ങളിൽ സേനാവിന്യാസം ശക്തമാക്കി. രാജിവെച്ച പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലും സൈനിക സുരക്ഷയിൽ തന്നെ തുടരുമ്പോൾ താൽക്കാലിക ഭരണ സംവിധാനത്തിനുള്ള ചർച്ചകൾ സജീവമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആഹ്വാനമനുസരിച്ച് പ്രക്ഷോഭത്തിൽ എരിഞ്ഞമർന്ന തെരുവുകൾ വൃത്തിയാക്കാനും യുവാക്കൾ തന്നെ രംഗത്തിറങ്ങി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതോടെ കാഠ്മണ്ഡു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. സംഘർഷങ്ങൾക്കിടെ ജയിൽ ചാടി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 10 വിചാരണ തടവുകാർ പിടിയിലായി. ബോംബ് സ്ഫോടന കേസിൽ ജീവപര്യന്തം ശിക്ഷയനുഭവിക്കുന്ന നേപ്പാൾ മുൻ മന്ത്രി സഞ്ജയ് കുമാർ സാഹുവും ജയിൽ ചാടിയവരിൽ ഉൾപ്പെടുന്നു. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ അതിർത്തിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയവരിൽ എറണാകുളം മുളന്തുരുത്തി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. കാഠ്മണ്ഡുവിന് സമീപം കുടുങ്ങിക്കിടക്കുന്ന 12 അംഗ സംഘം ഇപ്പോൾ സുരക്ഷിതരാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇവരുടെ മടങ്ങിവരവ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലായിരിക്കുന്നു. ഈ മാസം 3-ാം തീയതിയാണ് എറണാകുളം മുളന്തുരുത്തി നിർമ്മല കോളേജിലെ MSW വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും നേപ്പാളിലേക്ക് പോയത്. നേപ്പാൾ കാഠ്മണ്ഡുവിലെ സ്റ്റുഡൻസ് എക്സ്പോയിൽ പങ്കെടുക്കാനാണ് പ്രൊഫസർ ലാലു പിജോയുടെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘം ഈ മാസം 6-ന് നേപ്പാളിലെത്തിയത്. എത്തിയ ദിവസം ഇന്റർനെറ്റ് ലഭിക്കില്ലെന്ന് അറിയിപ്പ് ലഭിച്ചെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു. കലാപത്തെ തുടർന്ന് കോളേജ് അധികൃതർ ഇവരെ തൊട്ടടുത്തുള്ള ഹോസ്റ്റലിലേക്ക് മാറ്റി. ഇപ്പം ഉള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു സേഫ് ഹൗസ് ആണ്. ഞങ്ങൾ എംബസിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എംബസിയിൽ വിളിച്ച സമയത്ത് അവർ ആദ്യം എൻക്വയറി ചെയ്തത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങൾക്കൊരു ഷെൽട്ടർ ഉണ്ടോ എന്നാണ്. അപ്പൊ ഷെൽട്ടർ ഉണ്ട് ഞങ്ങൾക്ക് നിൽക്കാനെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, പറ്റുന്ന അത്രയും സമയത്തേക്ക് ആ സേഫ് ഹൗസിൽ നിൽക്കുക എന്നുള്ളതാണ്. നിലവിൽ സുരക്ഷിതരാണെങ്കിലും സംഘത്തിന്റെ മടങ്ങിവരവ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഈ മാസം 14-ന് ഖൊരഗ്പൂരിൽ നിന്നാണ് നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള ട്രെയിൻ. ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് സംഘത്തിന് പുറത്തിറങ്ങാൻ കഴിയുകയില്ല. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള കുട്ടികളാണ് സംഘത്തിലുള്ളത്. സൂര്യശ്രീ, 24 കൊച്ചി. ഫ്രാൻസിൽ സർക്കാരിനെതിരെ വൻ പ്രതിഷേധം. പുതിയ പ്രധാനമന്ത്രിയായി സെബാസ്റ്റ്യൻ ലെക്കോനോ ഇന്ന് ചുമതല ഏറ്റെടുക്കാനിരിക്കുകയാണ്. പ്രതിഷേധം ബ്ലോക്ക് എവരിതിങ് എന്ന ഇടത് കൂട്ടായ്മയുടെ പ്രതിഷേധത്തിന് പിന്നാലെ ബോർഡോയിലും ടുലൌസിലും ഗതാഗതം തടസ്സപ്പെട്ടു. 200ഓളം പ്രതിഷേധക്കാരെ ഇന്ന് അറസ്റ്റ് ചെയ്തുവെന്നും വാർത്തയുണ്ട്. പുതിയ പ്രധാനമന്ത്രിയായി സെബാസ്റ്റ്യൻ ലെക്കോനോ സ്ഥാനമേറ്റെടുക്കാനിരിക്കെയാണ് സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ വൻ പ്രതിഷേധമുണ്ടായത്. ബോർഡോയിലും ടുലൌസിലും പ്രതിഷേധക്കാർ റോഡുകൾ തടസ്സപ്പെടുത്തി, ബസ്സുകൾ അഗ്നിക്കിരയാക്കി. 200-ലധികം പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്തു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ റെയിൽവേ സംവിധാനവും താറുമാറായി. എൺപതിനായിരം സുരക്ഷാ സൈനികരെ പ്രക്ഷോഭ മേഖലയിൽ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാർ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി ബ്രൂണോ റിറ്റയിൽ പറഞ്ഞു. നിലവിലെ പ്രധാനമന്ത്രി ഹൊസ്വ ബെയ്റു വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മുൻ പ്രതിരോധ മന്ത്രിയായ സെബാസ്റ്റ്യൻ ലെക്കോനോയെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത്. 2022 വീണ്ടും അധികാരത്തിലെത്തിയത് മുതൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ രാജി ആവശ്യമുയർത്തി നിരവധി പ്രതിഷേധങ്ങൾ ഫ്രാൻസിലുണ്ടായിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UN രക്ഷാസമിതി അടിയന്തര യോഗം ചേരാനിരിക്കെ വീണ്ടും ഇസ്രയേലിന്റെ പ്രകോപനം. ഖത്തറിൽ ഇന്നലെ പരാജയപ്പെട്ട ദൗത്യം പൂർത്തിയാക്കുമെന്നാണ് ഇസ്രയേലിന്റെ ഭീഷണി. ഖത്തർ ആക്രമണം ഇസ്രയേൽ സൈനിക മേധാവിയുടെയും മൊസാദ് മേധാവിയുടെയും എതിർപ്പ് അവഗണിച്ചാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ചർച്ചകളിൽ മധ്യസ്ഥം വഹിക്കുന്ന ഖത്തറിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധം പുകയുകയാണ്. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണ് നടന്നതെന്ന് സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ വിമർശിച്ചു. ആക്രമണം അംഗീകരിക്കാനാകാത്തതാണെന്ന് ഫ്രാൻസും ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് ബ്രിട്ടനും വ്യക്തമാക്കി. ചൈന, റഷ്യ, ഇറ്റലി, പോർച്ചുഗൽ, സ്വിറ്റ്സർലൻഡ്, ബെൽജിയം എന്നീ യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു.
ജോർദാനിലെ കിരീടാവകാശി ഹുസൈനും UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാനും ഇന്ന് ദോഹ സന്ദർശിക്കുന്നുണ്ട്. സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും നാളെ ദോഹയിലെത്തും. എന്നാൽ ഖത്തറിൽ ഇന്നലെ പരാജയപ്പെട്ട ദൗത്യം പൂർത്തിയാക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ശത്രുക്കൾ എവിടെയായിരുന്നാലും ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ സൈനിക മേധാവിയും മൊസാദ് മേധാവിയും ഖത്തർ ആക്രമണ പദ്ധതിയെ എതിർത്തിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. എതിർപ്പിനെ അവഗണിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ആക്രമണത്തിന് ഉത്തരവിടുകയായിരുന്നുവെന്ന് ഇസ്രായേൽ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിക്കും. അൾജീരിയയുടെയും പാകിസ്ഥാന്റെയും അഭ്യർത്ഥന പ്രകാരമാണ് യോഗം വിളിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. തീരുവ യുദ്ധത്തിൽ ഇന്ത്യക്ക് വഴങ്ങുന്നുവെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര കരാറിലെ തടസ്സങ്ങൾ നീക്കാൻ ഇന്ത്യയുമായി ചർച്ച തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു. ഇന്ത്യയെ തല്ലിയും തലോടിയുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്രം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% തീരുവ ചുമത്താൻ ഇന്നലെ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ച തുടരുകയാണെന്ന ട്രംപിന്റെ പ്രതികരണം. അടുത്ത സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ്. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളെന്നും സ്വാഭാവിക പങ്കാളികളാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. വ്യാപാര ചർച്ചകൾ പരിധിയില്ലാത്ത സാധ്യതകൾ തുറക്കുന്നതിന് വഴിയൊരുക്കുമെന്നും മോദി. ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി. റഷ്യക്കെതിരെ 2ാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്കുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരും തമ്മിൽ ഇന്നലെ നടന്ന യോഗത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% തീരുവ ചുമത്താൻ ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടത്. യുക്രൈൻ റഷ്യ യുദ്ധം ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ ആഴ്ചയോ വരുന്ന ആഴ്ചയിലോ പുടിനുമായി സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് വത്സല പറയുന്നു, ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ ഈ പൊതുമുതൽ നശിപ്പിക്കുന്നത് കുറച്ച് കഷ്ടമാണെന്നാണ് വത്സലയുടെ അഭിപ്രായം. ഈ ആരും നേതാവില്ലാത്തൊരു കലാപമായിരുന്നു നേപ്പാളിലെ കാര്യമാണെങ്കിൽ നടന്നത്. ആരാണ് അവിടെ നേതാവെന്ന് ചോദിച്ചാൽ പറയാൻ ചൂണ്ടിക്കാണിക്കാൻ നേതാവില്ല. നേതൃത്വമില്ലാതെയും കലാപം ഒരു രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടുമെന്നും അവിടെ ആളിക്കത്തുമെന്നും നമ്മളെ പുതിയ കാലത്തിൽ മനസ്സിലാക്കി തരുന്ന സംഭവമാണ് നേപ്പാളിലുണ്ടായത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗിൽ സംശയം പ്രകടിപ്പിച്ച കോൺഗ്രസ്. അസാധുവായ എല്ലാ വോട്ടുകളും എങ്ങനെ ഇന്ത്യ സഖ്യത്തിൽ നിന്നായി എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർന്നതിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ അതൃപ്തി ശക്തമാകുന്നു. തകർച്ചയിലേക്ക് നീങ്ങിയ ഇന്ത്യ സഖ്യം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നീ വിഷയങ്ങളിലാണ് വീണ്ടും ഒന്നിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനിരിക്കെ പ്രതിപക്ഷ നിരയിലെ പരസ്പര വിശ്വാസത്തെ തകർക്കുന്നതാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലം. ഇന്ത്യ സഖ്യത്തിന് 315 എംപിമാരാണുള്ളത്. സ്വതന്ത്രരുൾപ്പെടെ 9 പേർ പിന്തുണ അറിയിച്ചിരുന്നു. 324 വോട്ടാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 300 വോട്ട് മാത്രമാണ് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സുദർശന റെഡ്ഡിക്ക് ലഭിച്ചത്. പ്രതിപക്ഷ നിരയിൽ നിന്നുമുണ്ടായ വോട്ട് ചോർച്ച ഇന്ത്യ സഖ്യത്തെ കടുത്ത അതൃപ്തിയിലാക്കിയിട്ടുണ്ട്. നടന്നത് വോട്ട് മോഷണം തന്നെയെന്നും പ്രതിപക്ഷ കണക്കുകളിൽ നിന്നുള്ള 15 വോട്ടിന്റെ വ്യത്യാസം മറ്റെന്താണ് സൂചിപ്പിക്കുന്നതെന്നും അഭിഷേക് മനു സിംഗ്വി. If allegedly there are 15 less votes than the listed number of people in the India alliance, then what does it mean? You call it a slogan-wise vote chori, but the issue is the same. One is a smaller scale indirect election, one is a larger scale. കൂറുമാറ്റം നടന്നിട്ടുണ്ടോ എന്ന സഖ്യത്തിലെ ഓരോ പാർട്ടികളും പരിശോധിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരിയും ആവശ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടി, ശിവസേന, ഉദ്ധവ് താക്കറെ എംപിമാരിൽ നിന്നാണ് വോട്ട് ചോർന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 24 ഡൽഹി. നജീബ് ഖാദർ പറയുന്നു, 400 കോടിയുടെ പ്രൈവറ്റ് ജെറ്റ് വാങ്ങിക്കൊടുത്ത ഖത്തറിന് ട്രംപ് പണി കൊടുത്തു എന്നാണ് പറയുന്നത്. സദാശിവമുള്ള പറയുന്നത്, ഗ്ലാഡ് ടു നോ സഞ്ജു സാംസൺ ഈസ് ഇൻ ദ ടീം ഫോർ ഏഷ്യ കപ്പ് ക്രിക്കറ്റ്. അത് നമുക്കെല്ലാം സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്, സഞ്ജു സാംസൺ ടീമിലുണ്ട് എന്നുള്ളത്. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിയുമ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിലെ കൊടിതോരണങ്ങൾ നശിപ്പിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നു. ഇതിലേക്ക് വരാം ഇടവേള കഴിഞ്ഞ്. ബ്രേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ആലുവ അദ്വൈതാശ്രമത്തിലെ കൊടിതോരണങ്ങൾ നശിപ്പിച്ചതായി പരാതി ഉയർന്നു.
ശ്രീനാരായണ ഗുരു ജയന്തിയുടെ ഭാഗമായി ആശ്രമത്തിന് അകത്ത് സ്ഥാപിച്ച കൊടികൾ നഗരസഭാ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു എന്നാണ് ആക്ഷേപം ഉയരുന്നത്. പൊതുസ്ഥലത്തെ കൊടിതോരണങ്ങളാണ് നീക്കിയത് എന്നാണ് ആലുവ നഗരസഭാ ഉദ്യോഗസ്ഥർ പറയുന്നത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്യാം. SKN ആലുവ അദ്വൈത ആശ്രമത്തിൽ ശ്രീനാരായണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ആശ്രമത്തിന്റെ അകത്ത് സ്ഥാപിച്ച കൊടിതോരണങ്ങൾ ഉൾപ്പെടെ ആലുവ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അഴിച്ച് നിലത്തെറിഞ്ഞ് നശിപ്പിച്ചു എന്നുള്ളതാണ് മഠാധിപതി അടക്കം പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. ഈ പരാതിയിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും അദ്വൈതാശ്രമം ഔദ്യോഗികമായി തന്നെ പരാതിയും നൽകിയിട്ടുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റി ഇത് മഠത്തിനകത്തുള്ളതാണെന്നും പൊതുസ്ഥലത്തല്ല കൊടികൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുവെങ്കിലും ഉദ്യോഗസ്ഥർ കേട്ടില്ല എന്നാണ് മഠത്തിന്റെ പരാതി. എന്നാൽ ആലുവ നഗരസഭാ ഉദ്യോഗസ്ഥർ പറയുന്നത് പൊതുസ്ഥലത്ത് സ്ഥാപിച്ച കൊടിതോരണങ്ങൾ മാത്രമാണ് തങ്ങൾ അഴിച്ചുമാറ്റിയതെന്നാണ്. ഏതായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും അടക്കം പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്വൈതാശ്രമ അധികൃതർ. SKN. ഓക്കെ, താങ്ക് യു. നമ്മുടെ അനിൽ കൊല്ലംകോട് പറഞ്ഞ SKN ഓണക്കോടി കൊടുത്തു തുടങ്ങിയോ? കാത്തിരിക്കുകയാണ് ഞാൻ. കൊടുത്തു തുടങ്ങിയിട്ട് എത്രയോ കാലമായി ആൾക്കാർ ഓണക്കോടി കൊണ്ട് ഉടുത്ത് അമ്പലങ്ങളിലും പള്ളികളിലും അതുപോലെ കടകളിലുമൊക്കെ പോയി തുടങ്ങി. അപ്പോൾ മാത്രം ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. പോലീസിന് നാണക്കേടായ കസ്റ്റഡി മർദ്ദനങ്ങളിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖർ 24 പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കും. പോലീസ് സേന തിരുത്തി മുന്നോട്ട് പോകുമെന്നും റവാദ ചന്ദ്രശേഖർ പ്രതികരിച്ചു. കസ്റ്റഡി മർദ്ദനങ്ങളിൽ ആദ്യമായിട്ടാണ് DGPയുടെ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന പോലീസ് മർദ്ദനത്തെ സംസ്ഥാന പോലീസ് മേധാവി ന്യായീകരിക്കുന്നില്ല. കുന്നംകുളം പീച്ചി സംഭവങ്ങളിൽ കർശന നടപടിയുണ്ടാകും. നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് വേണം നടപടിയെടുക്കാൻ. പരാതികൾ ഗൗരവമായി പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും DGP. ഏത് പരാതി കിട്ടുവാണെങ്കിലും നമ്മൾ അതിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഗൗരവമായിട്ട് തന്നെ നോക്കുന്നതാണ്. ആവശ്യമുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നതാണ്. നിലവിലെ പ്രശ്നങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കും. അടുത്തയാഴ്ച യോഗം വിളിച്ച് ക്രമസമാധാന പാലനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. നിയമാവശ്യം നോക്കിയിട്ട് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നമ്മൾ നടപടി സ്വീകരിക്കാൻ പോകുന്നില്ല. അടുത്ത ആഴ്ചയിൽ തന്നെ പെട്ടെന്ന് ഒരു യോഗം ഉണ്ടാവും. നമുക്ക് പൊതുജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ പോലീസുകാർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകുമെന്നും റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ പോലീസ് ക്രൂരതകളിൽ തുറന്നു പറച്ചിലുമായി കൂടുതൽ ആളുകൾ രംഗത്ത് വന്നു. മകൾ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതി ആലപ്പുഴ USC മധുബാബു വലിച്ചെറിഞ്ഞെന്ന മാതാവ് സലീന 24 പറഞ്ഞു. കോവിഡ് കാലത്ത് വയനാട് തലപ്പുഴ SHO ആയിരുന്ന PK ജിജീഷ് ക്രൂരമായി മർദ്ദിച്ചെന്നാരോപിച്ച് യുവാക്കളും രംഗത്ത് വന്നു. അതേസമയം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച മറയൂർ SI മാഹിൻ സലീമും മണ്ണുത്തി CA ബൈജുവും സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 25-നാണ് ആലപ്പുഴയിലെ ഭർത്തൃവീട്ടിൽ 25 വയസ്സുള്ള ആസിയ ആത്മഹത്യ ചെയ്തത്. വിവാഹം കഴിഞ്ഞ് 4-ാം മാസം മകൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഗൗരവമായി ആലപ്പുഴ DYSP മധുബാബു അന്വേഷിച്ചില്ലെന്നും പരാതി വലിച്ചെറിഞ്ഞെന്നും മലപ്പുറത്ത് താമസിക്കുന്ന അമ്മ സെലീന 24-നോട് പറഞ്ഞു. അവനെ പിടിച്ച ഒരു ചോദ്യം പോലും ചെയ്തില്ല ഈ സാറ്. എന്നിട്ട് ഞങ്ങൾ പെറ്റീഷനും കൊണ്ടുവന്നപ്പോൾ എൻ്റെ പെറ്റീഷൻ എടുത്ത് ദൂരെ എറിഞ്ഞ് ഈ DSP സാറ്. പോലീസ് മർദ്ദനത്തിൽ അന്വേഷണം നടത്തി കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. പരിശോധിച്ച് തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് നടപടികളിലേക്ക് പോയിട്ടുണ്ട്. തുടർന്നും ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. ആ നടപടിക്രമമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ കാര്യം നടന്നത്. വയനാട് തലപ്പുഴയിൽ കോവിഡ് കാലത്ത് മാസ്ക് കൃത്യമായി ധരിക്കാത്തതിന് SHO ആയിരുന്ന PK ജിജീഷ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. അറിയാതെ വന്നിട്ട് ഒരൊറ്റ ഇടിയാന്ന് അടിവായിരുന്നു. പിന്നെ ഈ ഇവിടെ അടിച്ചിട്ട് ഈ എല്ലാം പൊട്ടിപ്പോയി. ഇപ്പോഴും എനിക്കത് പ്രശ്നം. അതേസമയം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് സസ്പെൻഷൻ നേരിട്ട മറയൂർ SI മാഹിൻ സലീം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു. ആവനാഴി സിനിമയിൽ മമ്മൂട്ടി മോഷ്ടാവിനെ മർദ്ദിക്കുന്ന രംഗങ്ങളാണ് പങ്കുവച്ചത്. പിന്നീട് പോസ്റ്റ് പിൻവലിച്ചു. കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് മണ്ണുത്തി CI ബൈജുവും വാട്സപ്പ് സ്റ്റോറി ഇട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം. അഗ്നിരക്ഷാസേന മേധാവി DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരെ സർക്കാർ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തു എന്ന ആരോപണത്തിലാണ് ഇപ്പോഴത്തെ അന്വേഷണം. അന്വേഷണ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ഉടൻ നൽകും. സർക്കാർ നടപടിക്കെതിരായ യോഗേഷ് ഗുപ്തയുടെ ഹർജിയിൽ സർക്കാരിനോട് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മറുപടിയും തേടി. 15-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. DGP യോഗേഷ് ഗുപ്തയുമായുള്ള പോര് തുടരുന്നതിനിടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം.
യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരുന്ന സമയത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അന്വേഷണം. ഈ സമയത്ത് സർക്കാർ അനുവാദമില്ലാതെ അന്വേഷണങ്ങൾ നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇതുകൂടാതെ അധികാര ദുർവിനിയോഗം നടത്തിയോ എന്നും പരിശോധിക്കുന്നുണ്ട്. അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ജയതിലക് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. KM എബ്രഹാമിന്റെ കേസിലെ ഇടപെടൽ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരും. പോലീസ് DGP റവാഡ ചന്ദ്രശേഖറിന് കത്തയച്ചത് അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരുമോ എന്നും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകുന്നതിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ യോഗേഷ് ഗുപ്ത നൽകിയ ഹർജിയിൽ ട്രൈബ്യൂണൽ സർക്കാരിനോട് മറുപടി തേടി. ഈ മാസം 15-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു. പുതിയ സാഹചര്യത്തിൽ വിഷയത്തിലെ സർക്കാർ നിലപാട് നിർണായകമാണ്. റാഫി കരീം, 24 കൊച്ചി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിൽ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഗൂഢാലോചനയെന്ന യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ മൊഴി. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് ഈ മൊഴി കൊടുത്തത്. അതേസമയം കൊച്ചിയിലെ യുവനടിയുടെ പ്രാഥമിക മൊഴിയിൽ കേസെടുക്കുന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും. രാഹുലിനെതിരെയുള്ള വിവാദങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ഗൂഢാലോചന ആരോപിച്ച് പരാതി നൽകിയത്. രാഹുലിനെതിരെയുള്ള അന്വേഷണ സംഘത്തിന് ഈ പരാതിയും കൈമാറിയിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തി വനിതാ നേതാവ് മൊഴി നൽകി. രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഗൂഢാലോചനയിൽ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും പങ്ക് അന്വേഷിക്കണമെന്നും മൊഴിയിൽ ആവശ്യപ്പെടുന്നു. കൊച്ചിയിലെ യുവനടിയെ പരാതിക്കാരിയാക്കണോ എന്ന കാര്യത്തിലാണ് നിയമോപദേശം തേടാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. പരാതികളിൽ നിയമപരമായ അന്വേഷണം നടക്കുകയാണെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. കിട്ടിയ പരാതികളിനെ വെച്ചിട്ടാണ് ഒരു കോഗ്നിസബിൾ ഒഫൻസുള്ള സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്താണ്. അതിൻ്റെ കാര്യം നടക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള ആ പരാതിയിലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. നമ്മുടെ നിയമത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നത് അതിന് കാര്യം ചെയ്യുന്നതാണ് നടക്കുന്നുണ്ട് അതിലേക്ക്. അതിനിടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ 4 സുഹൃത്തുക്കളെയും പുതുതായി പ്രതിചേർത്തിരുന്നു. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ നേതാവ് നൂബിൻ, അടൂർ സ്വദേശികളായ അശ്വന്ത്, ജിഷ്ണു, ചാർലി എന്നിവരെയാണ് പ്രതിചേർത്തത്. വ്യാജ കാർഡ് നിർമ്മിച്ച് വിതരണം ചെയ്യാൻ കാർഡ് കളക്ഷൻ ഗ്രൂപ്പ് എന്ന പേരിൽ ഇവർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന് ഐക്യദാർഢ്യവുമായി അറബ് രാജ്യങ്ങൾ. ഖത്തർ അമീറുമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ കൂടിക്കാഴ്ച നടത്തി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ജോർദാൻ കിരീടാവകാശി ഹുസൈനും നാളെ ഖത്തറിലെത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി UAE-യിൽ നിന്ന് അരുൺ പാറാട്ട് തത്സമയം ചേരുന്നു. അരുൺ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ. കഴിഞ്ഞ മണിക്കൂറിലധികമായി അതിസങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു ഗൾഫ് മേഖല കടന്നു പോകുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ശക്തമായി അപലപിച്ചാണ് രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഗൾഫിലെ വിവിധ രാഷ്ട്ര നേതാക്കളെല്ലാം നേരിട്ട് ഖത്തറിലെത്തുന്ന സാഹചര്യം ഉണ്ടായത്. തങ്ങളുടെ ഐക്യദാർഢ്യം നേരിട്ട് അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മേഖല ഒന്നാകെ ഈ വിഷയത്തെ വലിയ തോതിൽ തന്നെ വളരെ ഗൗരവമായി കാണുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് കാലങ്ങളായി ഖത്തർ തന്നെയാണ് വലിയ തോതിലുള്ള മധ്യസ്ഥം വഹിച്ചിരുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ഖത്തർ ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. ആ രാജ്യത്തേക്കാണ് ഇപ്പോൾ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് വലിയ തോതിൽ തന്നെ മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് രാവിലെയാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഖത്തറിലെത്തിയത്. സൗഹൃദ സന്ദർശനമാണെന്നാണ് UAE വാർത്താ ഏജൻസി അറിയിച്ചിരിക്കുന്നത്. ഖത്തർ അമീർ നേരിട്ടെത്തിയാണ് പ്രസിഡന്റിനെ വരവേറ്റത്. അതോടൊപ്പം തന്നെ പ്രസിഡന്റിന്റെ കൂടെ UAE പ്രതിരോധ മന്ത്രിയുണ്ട്, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുണ്ട്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തുടങ്ങിയ ആളുകളും ഈ ഒരു സംഘത്തിൽ ഖത്തറിലെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഖത്തറിന്റെ പരമാധികാരം, അതോടൊപ്പം തന്നെ ഖത്തറിലെ ജനങ്ങളുടെ സുരക്ഷ ഇത് സംരക്ഷിക്കാനുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് UAE പ്രസിഡന്റ് സന്ദർശനത്തിനിടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ബഹ്റിനിലേക്കും ഇന്ന് യാത്ര തിരിച്ചു. ബഹ്റിൻ രാജാവുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഖത്തറിനെതിരെയുള്ള ഈ ഒരു ആക്രമണം ഉൾപ്പെടെ ആ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജോർദാൻ കിരീടാവകാശി ഹുസൈനും ഖത്തറിലെത്തിയിട്ടുണ്ട്. നാളെ സൗദി കിരീടാവകാശിയും ഖത്തറിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മേഖലയിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഇന്നലെ നടന്ന നടപടിക്കെതിരെ ശക്തമായി തന്നെ രംഗത്തെത്തുന്ന കാഴ്ചയാണുള്ളത്. ഖത്തർ എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും ഒപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അറബ് ലീഗ്, GCC ഇതെല്ലാം ഒരേ സ്വരത്തിലാണ് ഖത്തറിനെതിരായിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തെ
ഇന്നലെ മുതൽ തന്നെ അപലപിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതിനിടെ ഖത്തറിലെ സാഹചര്യം നോക്കുകയാണ്. ഖത്തറിൽ ജനജീവിതം ഉൾപ്പെടെ ഇന്നലെ മുതൽ തന്നെ സാധാരണ നിലയിലാണ്. ഈ ആക്രമണത്തിൽ അന്വേഷണം ഒരു ഭാഗത്ത് തന്നെ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഖത്തറിന്റെ ആഭ്യന്തര സുരക്ഷാ സേനാംഗം ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു എന്നത് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ലഖ്വിയ സേനാംഗമായിട്ടുള്ള ബദർ സാദ് മുഹമ്മദ്, അതോടൊപ്പം തന്നെ മൗമിൻ ജവാദ് അസൂന എന്നിവരാണ് കൊല്ലപ്പെട്ട ഈ 2 പേരെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഈ 2 പേർ കൊല്ലപ്പെട്ടു എന്ന് ഖത്തർ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഗൾഫ് മേഖല എല്ലാം തന്നെ ഖത്തറിന് വലിയ തോതിലുള്ള സപ്പോർട്ടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. മലപ്പുറം കാളികാവിൽ മലമ്പാമ്പിനെ പിടികൂടിയ സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തു. അമ്പലക്കടവ് സ്വദേശി ഹമീദിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി മലമ്പാമ്പിനെ പിടികൂടിയതിനാണ് കേസ്. പാമ്പിനെ പിടികൂടുന്നതിനിടയിൽ ഹമീദിന് കടിയേറ്റിരുന്നു. വിപിൻ സി വിജയൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും മലപ്പുറത്ത് നിന്ന്. പറയൂ. SKN ഈ പാമ്പിനെ പിടിച്ചതിൽ പാമ്പിന്റെ കടിയുമേറ്റു, ഇപ്പോൾ വനം വകുപ്പിന്റെ കേസുമായി എന്നുള്ളതാണ് ഹമീദിന്റെ അവസ്ഥ. അമ്പലക്കടവ് സ്വദേശിയായിട്ടുള്ള ഹമീദിനെതിരെയാണ് ഇപ്പോൾ വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് മിനിഞ്ഞാന്ന് വൈകിട്ട് കാളികാവ് ചാഴിയോട് എന്നുള്ള സ്ഥലത്താണ്. ചാഴിയോടിൽ വെച്ചാണ് ഇയാൾ മലമ്പാമ്പിനെ പിടികൂടുന്നത്. ഈ മലമ്പാമ്പിനെ പിടികൂടുമ്പോൾ തന്നെ അതിൻ്റെ കഴുത്തിനാണ് പിടിച്ചത്. അതിനുശേഷം ഈ ശ്രദ്ധയൊന്ന് തെറ്റിയ സമയത്ത് ഈ മലമ്പാമ്പ് ഹമീദിൻ്റെ കൈക്ക് കടിക്കുകയായിരുന്നു. ഈ കൈക്ക് കടിയേറ്റ ഉടൻ തന്നെ ഹമീദ് ഈ പാമ്പിനെ വിടുകയും പാമ്പ് ഇഴഞ്ഞു പോവുകയും ചെയ്തു. ഇതിനുശേഷം ഈ ദൃശ്യങ്ങൾ, അതായത് തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് ഈ പാമ്പിനെ പിടിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇത് പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി പാമ്പിനെ പിടിച്ചു എന്നുള്ളതാണ് എന്ന വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഈ കേസെടുത്തിരിക്കുന്നത്. ഇയാളിപ്പോൾ ഒളിവിലാണ്. അപ്പോൾ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് കൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായി പാമ്പിനെ പിടിക്കാൻ അറിയുന്ന ആളുകൾ വനംവകുപ്പിൻ്റെയൊക്കെ തന്നെ സർപ്പ ടീമിലൊക്കെ ഉള്ള ആളുകളെ തന്നെ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൂടി വനംവകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ നിയമവിരുദ്ധമായി പിടിച്ചതിനാണ് ഇപ്പോൾ അമീദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ കടിയേറ്റത്തിൽ അദ്ദേഹം ചികിത്സ തേടി, മറ്റ് സാരമായിട്ടുള്ള മറ്റു മുറിവുകളല്ല എന്നുള്ളത് കൂടി അറിയുന്നു. SK. താങ്ക് യു വിപിൻ സി വിജയൻ. സുന്നി വിഭാഗം നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയെ പിന്തുണച്ച ലീഗിന്റെ നേതൃത്വത്തിൽ റാലി നടന്നു. കോഴിക്കോട് മടവൂരിലാണ് റാലി നടത്തിയത്. നദ്വിക്കെതിരെ CPM നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു റാലി. ബഹുഭാര്യാത്വം സംബന്ധിച്ച നദ്വിയുടെ പ്രസ്താവന വിവാദമായിരുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് മറ്റു വിവരങ്ങൾ നൽകുന്നു. പറയൂ സമീർ. SKN കഴിഞ്ഞ ദിവസം കോഴിക്കോട് മടവൂരിൽ നടന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ പരിപാടിക്കിടെയായിരുന്നു ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ ഭാഗത്തുനിന്ന് ഒരു വിവാദ പരാമർശം ഉണ്ടായത്. മന്ത്രിമാർ, അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർക്ക് ഭാര്യയ്ക്കൊപ്പം മറ്റ് ചില ബന്ധങ്ങൾ കൂടിയുണ്ട്, ബഹുഭാര്യത്വം ഉണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഭാര്യയ്ക്കൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ബന്ധവുമായി മുന്നോട്ട് പോകുന്നവരാണ് പലരും. അവരാണ് സമൂഹത്തിൽ മാന്യത നടിക്കുന്നവരും, അവരാണ് ബഹുഭാര്യത്വത്തെ എതിർക്കുകയും ചെയ്യുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഈ പരാമർശം വിവാദമായി. ആ വിവാദമായതോടുകൂടി അദ്ദേഹത്തെ എതിർത്തും അനുകൂലിച്ചും വിവിധ നേതാക്കൾ രംഗത്ത് വന്നു. SMFന്റെ നേതാവ് കൂടിയായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി അദ്ദേഹത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നു. അതിന് പിറകെ ഇന്ന് അദ്ദേഹത്തെ തള്ളിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം സംസ്ഥയുടെ നിലപാടല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നു. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കവും രംഗത്ത് വന്നിരുന്നു. അതുപോലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നദ്വിക്കെതിരെ വലിയ പ്രതിഷേധമാണ് CPMന്റെ ഭാഗത്തുനിന്ന് മടവൂരിൽ ഉണ്ടായത്. ഇന്നലെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. അതിലാണ് നദ്വിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന ചില പരാമർശങ്ങൾ ഉണ്ടായത്. മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവിടെ പ്രകടനം നടത്തിയിരുന്നത്. ആ മുദ്രാവാക്യം വിളികളിൽ പ്രകോപിതരായിക്കൊണ്ടാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടന്നിരിക്കുന്നത്. CPIMനെ താക്കീതാവുന്ന വിധത്തിൽ എന്ന ആ ഒരു അവകാശവാദത്തോടു കൂടിയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, അവിടെയുള്ള പ്രവർത്തകരും അണിനിരന്നുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുന്നത്. നദ്വിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പാലക്കാട് നിന്ന് ഒരു വാർത്ത വരുന്നു. പാലക്കാട് കൊല്ലംകോട്ട് 17കാരി പൊള്ളലേറ്റ് മരിച്ച നിലയിൽ. കള്ളിയമ്പാറ മലയിലാണ് 17കാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു. പറയൂ ശ്രീജിത്ത്. വൈകിട്ട് ഒരു 7 മണിയോട് കൂടിയാണ് കൊല്ലങ്കോട് പോലീസിന് ഇത്തരത്തിലൊരു വിവരം ലഭിക്കുന്നത്. നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. 17കാരിയാണ്. ആ പേരുവിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാക്കാനാകും. കൊല്ലങ്കോട് CI മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളടക്കം പൂർത്തീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് മരണകാരണം എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക വിവരം പോലും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പോലീസ് കുറച്ചധികം ആളുകളെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ പെൺകുട്ടിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. തീർത്തും ദരിദ്രമായ ഒരു
കുടുംബ പശ്ചാത്തലമാണ് ഈ പെൺകുട്ടിയുടേത് എന്നാണ് കൊല്ലങ്കോട് CI അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ആത്മഹത്യ എന്നൊരു പ്രാഥമിക നിഗമനം മാത്രമാണുള്ളത്. കളിയമ്പാറ മല ഇതിന് ജനവാസ മേഖലയുടെ തൊട്ടുമുകളിലുള്ള പ്രദേശമാണ്. ആ മേഖലയിലാണ് എങ്ങനെ ഈ കുട്ടി അവിടെ എത്തിപ്പെട്ടു, +1 വിദ്യാർത്ഥിനിയാണ്, എങ്ങനെ ഇവിടെ രാജാ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്, എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കൊല്ലങ്കോട് CI അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. സംസ്ഥാന കോൺഗ്രസിൽ സോഷ്യൽ മീഡിയ ഇടപെടലിനെ ചൊല്ലി പുതിയ പോര്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ സൈബർ ആക്രമണത്തിൽ മൗനം പാലിക്കുകയാണ് പ്രമുഖ നേതാക്കൾ. സൈബർ ആക്രമണം വലിയ കാര്യമല്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ചോദ്യത്തോടെ കൈകൂപ്പൽ മാത്രമായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. മറ്റെല്ലാം മാറ്റിവെച്ച് സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ഷാബി പറമ്പിൽ MP ഇന്ന് പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ച് ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങൾ നടത്തുന്ന പ്രചാരണത്തിന് കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയില്ല. സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി ഇങ്ങനെ: പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നത് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്ര സൈബർ അറ്റാക്കുകൾ എന്ന് സൈബർ ആക്രമണത്തിൽ വലിയ കാര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസ് ഹാൻഡിലുകൾ തന്നെ സൈബർ ആക്രമണം നടത്തുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ വലിയ കാര്യമൊന്നുമില്ല. സൈബർ കോൺഗ്രസിന്റെ തലപ്പത്ത് മാറ്റം വരുമെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ മറുപടി. കോൺഗ്രസ് പ്രവർത്തകരുടെ സമൂഹമാധ്യമ ഹാൻഡിലുകൾ സർക്കാരിനെതിരെ തിരിയണമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അവനവന്റെ കൈയും കാലും നാവും തലയും മനസ്സും ഹാൻഡിലുകളും ഒക്കെ ഗവൺമെന്റിന്റെ ക്രൂര ചെയ്തികൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളുടെ വേദിയായി മാറട്ടെ. അതിനിടെ പ്രതിപക്ഷ നേതാവിനെ പേരെടുത്ത് പറഞ്ഞും അല്ലാതെയും വിമർശിച്ചുകൊണ്ടാണ് സൈബർ പോര് മുന്നോട്ട് പോകുന്നത്. 24 തിരുവനന്തപുരം. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം സംസ്ഥാന BJPയിൽ ദൂർത്തെന്ന പരാതി. K. സുരേന്ദ്രന്റെ കാലത്ത് 35 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെയായിരുന്ന പാർട്ടിയുടെ പ്രതിമാസ ചെലവ് ഇപ്പോൾ 2.25 കോടി രൂപയായി എന്നാണ് വിമർശനം. ഇങ്ങനെ മുന്നോട്ട് പോയാൽ 6 മാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത്. 24 എക്സ്ക്ലൂസീവ്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പാർട്ടിയെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നു എന്ന ഒരു വിഭാഗത്തിന്റെ ആരോപണം നിലനിൽക്കെയാണ് ചെലവിലുണ്ടായ അന്തരം കൂടി പുറത്തുവരുന്നത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പാർട്ടിയുടെ പ്രതിമാസ ചെലവ് 2.25 കോടിയായി. K. സുരേന്ദ്രന്റെ കാലത്ത് 35 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെയായിരുന്ന ചെലവാണ് കുതിച്ചുയർന്നത്. K. സുരേന്ദ്രൻ അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ BJPയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 35 കോടി രൂപ. ഈ തുക ഉപയോഗിച്ചാണ് നിലവിൽ ചെലവ് നടക്കുന്നത്. ഇങ്ങനെ മുന്നോട്ടു പോയാൽ 6 മാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യമുണ്ടാകും. ഓഫീസ് സെക്രട്ടറിയും ട്രഷററും BJP ദേശീയ നേതൃത്വത്തോട് നിസ്സഹായാവസ്ഥ വിശദീകരിച്ചു. മുൻ അധ്യക്ഷന്റെ കാലത്ത് പ്രസിഡന്റ് ഓഫീസിന്റെ ഒരു മാസത്തെ ചിലവ് സ്റ്റാഫുകളുടെ ശമ്പളം ഉൾപ്പെടെ 1.5 ലക്ഷം രൂപയായിരുന്നത് ഇപ്പോൾ 10 ഇരട്ടി വർദ്ധിച്ചു. BJP സംഘപരിവാർ അനുഭാവികൾക്കു പകരം പ്രസിഡന്റിന്റെ ഓഫീസിൽ പ്രൊഫഷണലുകളെ നിയമിച്ചത് ചിലവ് വർദ്ധിക്കാനിടയായി. മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ പാർട്ടി പ്രവർത്തകരുടെ വീടുകളിലും കുറഞ്ഞ ചിലവിലുമൊക്കെയാണ് താമസിച്ചിരുന്നതെങ്കിൽ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ താമസം 5 സ്റ്റാർ ഹോട്ടലുകളിൽ എന്നാണ് ആക്ഷേപം. മാരാർജി ഭവനിൽ താമസ സൗകര്യമുണ്ടായിട്ടും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി കഴിഞ്ഞ 6 മാസമായി താമസിക്കുന്നത് സ്റ്റാർ ഹോട്ടലിലെന്നും ഒരു വിഭാഗം വിമർശിക്കുന്നു. IT, ഓൺലൈൻ, PR, മീഡിയ ടീമുകൾക്കായി ചെലവഴിക്കുന്നതും വൻ തുകയാണ്. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. കണ്ണൂർ മാടായിപ്പാറയിലെ പലസ്തീൻ അനുകൂല പ്രകടനത്തെ തുടർന്നുണ്ടായ വിവാദത്തിൽ പ്രതികരണവുമായി CPIM. വർഗീയ പ്രചാരണത്തിനായി ജമാഅത്ത് ഇസ്ലാമിയും BJPയും തമ്മിൽ നടത്തിയ ഡീലാണ് മാടായിപ്പാറയെ ചൊല്ലി ഉണ്ടായ വിവാദമെന്ന CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഈ വിഷയത്തിൽ തുടർ പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുകയാണ് BJP. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാടായിപ്പാറയിൽ നടത്തിയ പലസ്തീൻ അനുകൂല പ്രകടനമാണ് വിവാദത്തിന്റെ തുടക്കം. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് പോലീസ് FIR ഇട്ടു. പിന്നാലെ മാടായിപ്പാറയിലെ പലസ്തീൻ അനുകൂല പ്രകടനത്തിനെതിരെ BJP രംഗത്തെത്തി. ദേവസ്വം ഭൂമിയിൽ ജമാഅത്തെ ഇസ്ലാമി വർഗീയ പ്രചാരണം നടത്തിയെന്നായിരുന്നു ആരോപണം. വിവാദം ചൂടുപിടിച്ചതോടെയാണ് രാഷ്ട്രീയ വിശദീകരണത്തിനായി CPIM ബഹുജന സദസ്സ് സംഘടിപ്പിച്ചത്. മാടായിപ്പാറയിലെ GIOയുടെ പ്രകടനം BJPക്ക് വർഗീയ പ്രചാരണത്തിന് അവസരമൊരുക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്ന് CPIM. എന്തിനാണ് 4-5 കിലോമീറ്റർ അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർ വന്നിട്ട് ഇവിടെ പ്രകടനം നടത്തുന്നത്? അതിന്റെ ലക്ഷ്യം എന്താ? അപ്പൊ അങ്ങനെ ഒരു പ്രകടനം നടത്തിയാൽ BJPക്കാരും മാടിക്കെട്ടി കാവി കളസമിട്ട് നാട്ടിലിറങ്ങുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വർഗീയ വിഭജനം ഉണ്ടാവും. വർഗീയ വിഭജനം ഉണ്ടായാൽ അതിന്റെ നേട്ടം ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാണ്, മറുഭാഗത്ത് RSSനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊടുക്കുക. അതല്ലേ ഏർപ്പാട്?
അതിനു വേണ്ടിയല്ലേ പണി ചെയ്തത്? എന്നാൽ പലസ്തീൻ അനുകൂല പ്രകടനത്തിലൂടെ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചെന്ന പോലീസ് എഫ്ഐആർ CPIM തള്ളി. 24 കണ്ണൂർ. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ UAE-ക്കെതിരെ ഇന്ത്യക്ക് 58 റൺസ് വിജയലക്ഷ്യം. ആതിഥേയരെ വെറും 57 റൺസിന് ഇന്ത്യ എറിഞ്ഞിട്ടു. കുൽദീപ് യാദവ് 4 വിക്കറ്റ് വീഴ്ത്തി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേർന്നു. അനിൽ, പറയൂ. ഗുഡ് ഈവനിങ് SKN. എന്തായാലും ഏഷ്യ കപ്പിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നതുല്യ തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ശ്രീലങ്കയെ വെറും 50 റൺസിന് ഫൈനലിൽ എറിഞ്ഞിട്ടാണ് ഇന്ത്യ അന്ന് കിരീടം നേടിയത്. എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തന്നെയാണ് ഇന്ത്യ പുതിയ എഡിഷനിൽ തുടങ്ങിയിരിക്കുന്നത്. UAE ആതിഥേയരായ UAE വെറും 57 റൺസിനാണ് ഇന്ത്യ എറിഞ്ഞിട്ടത്. UAE സംബന്ധിച്ചിടത്തോളം മികച്ച തുടക്കമാണ് ലഭിച്ചത്. 26 റൺസ് ഒന്നാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തു. പിന്നീട് UAEക്ക് ഒന്നും തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. സ്പിന്നർമാർ വരുന്നു, ആദ്യം ജസ്പ്രീത് ബുംറ വിക്കറ്റ് എടുത്തു തുടങ്ങുന്നു. പിന്നീട് അങ്ങനെ ഒരു മാലപ്പടക്കം പോലെ അല്ലെങ്കിൽ വിക്കറ്റുകളുടെ ഘോഷയാത്രയാണ് കണ്ടത്. ഒടുവിൽ അവർ 57 റൺസിനാണ് ഓൾ ഔട്ടായത്. കുൽദീപ് യാദവ് ആണ് 4 വിക്കറ്റുമായി വിക്കറ്റ് വേട്ടക്കാരിൽ തിളങ്ങിയത്. ശിവം ദൂബെ അദ്ദേഹം 3 വിക്കറ്റ് വീഴ്ത്തി. ഒപ്പം തന്നെ വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ, ജസ്പ്രീത് ബുംറ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. ആദ്യ ഓവറിൽ തല്ലുവാങ്ങി കൂട്ടിയ ഹർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന് മാത്രമാണ് വിക്കറ്റ് എടുക്കാൻ സാധിക്കാത്തത്. ബാക്കി എല്ലാ ബൗളർമാരും വലിയ രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യം സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ്. വലിയ ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു, അല്ലെങ്കിൽ ആശങ്കയുടെ ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. സഞ്ജു സാംസൺ ടീമിൽ ഇടമുണ്ടാവില്ലേ എന്ന തരത്തിൽ. പക്ഷേ സഞ്ജുവിനെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓപ്പണർ സ്ഥാനം കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അദ്ദേഹം മധ്യനിരയിലായിരിക്കും ബാറ്റ് ചെയ്യേണ്ടി വരിക. എന്നിരുന്നാൽ പോലും സഞ്ജുവിൻ്റെ കഴിഞ്ഞകാല പ്രകടനങ്ങൾ പരിഗണിച്ച് സഞ്ജുവിനെ ഉൾപ്പെടുത്തിയത് തന്നെ വലിയ സന്തോഷം എന്നുള്ളതാണ്. സഞ്ജു ഫീൽഡിലും വലിയ രീതിയിൽ തിളങ്ങുന്ന കാഴ്ച കണ്ടു. സഞ്ജു 2 ക്യാച്ചുകൾ, അത് 2 തകർപ്പൻ ക്യാച്ചുകൾ എടുത്തു. ഒപ്പം തന്നെ സഞ്ജു ഒരു മികച്ച റൺഔട്ട് സൃഷ്ടിച്ചു. പക്ഷേ ഇന്ത്യയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഫലമായി പിന്നീട് ആ അപ്പീൽ ഇന്ത്യ പിൻവലിക്കുകയാണത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തുടക്കം തന്നെയാണ് ഏഷ്യ കപ്പിൽ ലഭിച്ചിരിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരെ ഇന്ത്യക്ക് കിരീടം നിലനിർത്താനുള്ള ഉതകുന്ന തരത്തിലുള്ളൊരു വലിയ തുടക്കം ലഭിച്ചിരിക്കുന്നു. ഇനി ഈ 58 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ എത്ര ഓവറുകളിൽ എത്ര പന്തുകളിൽ അടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. പവർ പ്ലേക്ക് മുമ്പ് തന്നെ ഇന്ത്യയുടെ ഓപ്പണർമാർ ഇത് അടിച്ചെടുക്കുമോ, 10 വിക്കറ്റിന് ഇന്ത്യ ജയിക്കുമോ എന്നാണ് ഇനി അറിയാൻ ഉള്ളത്. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്. CPI സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. സർക്കാരിൻ്റെ മുൻഗണനയിൽ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പരിഗണന ഇല്ല എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. ക്ഷേമ ബോർഡുകളും കടാശ്വാസ കമ്മീഷനുകളും സ്തംഭനാവസ്ഥയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. റിപ്പോർട്ടിനെ പകർപ്പ് 24-ന് ഫസ്റ്റ് ഓൺ 24. സർക്കാരിന്റെ വികസന നയത്തിൽ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പരിഗണനയില്ല എന്നതാണ് CPI മുന്നോട്ട് വെക്കുന്ന പ്രധാന വിമർശനം. സർക്കാരിലെ ക്ഷേമ ബോർഡുകളും കടാശ്വാസ കമ്മീഷനുകളും സ്തംഭനത്തിലാണ്. കർഷക ക്ഷേമ ബോർഡ് പ്രഖ്യാപനം മാത്രമായി മാറി. ബോർഡിന്റെ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. നെല്ലിന്റെ സംഭരണവില നൽകാത്തതിലും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ല. പൊതുമേഖലയിൽ പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പാക്കുന്നത് എല്ലാ നിയമങ്ങളും മറികടന്നാണെന്നും പ്രവർത്തന റിപ്പോർട്ട് വിമർശിക്കുന്നു. BJPയുടെ തൃശൂരിലെ ജയം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വന്ന നിഷേധാത്മക മാറ്റമാണെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് വിമർശിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഇനിയും വൈകിക്കൂടെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് പറയുന്നുണ്ട്. സഹകരണ മേഖലയിൽ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കണമെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ഭാരതാംബ വിവാദത്തിൽ മന്ത്രി P. പ്രസാദിനെ രാഷ്ട്രീയ റിപ്പോർട്ട് അഭിനന്ദിക്കുന്നുമുണ്ട്. മന്ത്രി P. പ്രസാദിന്റെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം ഗവർണറുടെ സംഘപരിവാർ അജണ്ട തുറന്നു കാണിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ആലപ്പുഴയിൽ നിന്ന് R. ശ്രീജിത്ത്, 24. കേരള സർവകലാശാല തർക്കത്തിൽ വൈസ് ചാൻസലറുടെയും സിൻഡിക്കേറ്റിനെയും അധികാരത്തെയൊക്കെ വിമർശിച്ചു എന്ന് ഹൈക്കോടതി. VCയും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം അനഭിമതം. സർവകലാശാല അധികാരികളുടെ പ്രവർത്തനങ്ങൾ ആശങ്കപ്പെടുത്തുന്നുവെന്നും ഹൈക്കോടതിയെ സൂചിപ്പിച്ചു. ഡോക്ടർ KS അനിൽകുമാറിന്റെ ഹർജി തള്ളിയ ഉത്തരവിലാണ് കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ. രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി നിയമവിരുദ്ധമാണെന്നും ചുമതലകൾ നിർവഹിക്കാൻ VC അനുവദിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ അനിൽകുമാറിന്റെ വാദങ്ങൾ ഹൈക്കോടതി തള്ളി. സിൻഡിക്കേറ്റ് യോഗം വിളിച്ച സസ്പെൻഷൻ നിലനിൽക്കുമോ എന്ന കാര്യം ചർച്ച ചെയ്യാൻ വൈസ് ചാൻസലർക്ക് നിർദ്ദേശവും നൽകി. ഈ ഉത്തരവിലാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സംരക്ഷകരായി സർവകലാശാല പ്രവർത്തിക്കണം. രാഷ്ട്രീയമല്ല, അക്കാദമിക് കാര്യങ്ങൾക്ക് മാത്രമാണ് സർവകലാശാല പരിഗണന നൽകേണ്ടത്. കേരള സർവകലാശാലയിലെ അധികാരികളുടെയും ജീവനക്കാരുടെയും പ്രവർത്തനത്തിൽ ആശങ്കയുണ്ടെന്ന് കോടതി പറഞ്ഞു. VC മോഹനൻ കുന്നിമേലിനെയും കോടതി വിമർശിച്ചു. വൈസ് ചാൻസലറുടെ കർക്കശമായ സമീപനം സർവകലാശാലയുടെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിച്ചെന്നായിരുന്നു വിമർശനം. വിഷ്ണു സുരേഷ്,
24 കൊച്ചി. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നൈജീരിയൻ ലഹരി മാഫിയ കേസിൽ അടിയന്തര യോഗം വിളിച്ച കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ കേരളത്തിലേക്കുള്ള ലഹരി കടത്തിന് പിന്നിൽ നൈജീരിയയിലെ ബയാഫ്ര വിഘടനവാദികളെന്ന് കണ്ടെത്തിയിരുന്നു. കേസിൽ കേന്ദ്ര ഏജൻസിയുടെ സഹായം തേടുന്ന കാര്യവും പരിഗണനയിലുണ്ട്. 24 ബ്രേക്കിംഗ്. നൈജീരിയൻ ലഹരി മാഫിയ സംഘത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന കാര്യം പോലീസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശത്തു നിന്നും വിസയും പാസ്പോർട്ടുമില്ലാതെ ഇന്ത്യയിൽ തങ്ങി രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. നൈജീരിയയിൽ നിന്നും ലഹരി മാഫിയ സംഘം വൻതോതിൽ ഇന്ത്യയിലെത്തിയെന്നും വിവരമുണ്ട്. നൈജീരിയയിലെ ബിയാഫ്ര വിഘടനവാദികളാണ് ഇന്ത്യയിലെത്തിയത് എന്നും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സ്ഥിരീകരിച്ചു. കോഴിക്കോട് സിറ്റി പോലീസ് ഹരിയാനയിൽ പോയി പിടികൂടിയ നൈജീരിയക്കാരെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് കിട്ടിയത് നിർണായക വിവരങ്ങളാണ്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. രാജ്യാന്തര വിഘടന പ്രവർത്തനങ്ങളിൽ ഇവർ പങ്കാളികളാണ് എന്നുള്ളതാണ് പ്രാഥമികമായുള്ള വിവരം. കേരളം, ഹിമാചൽ, ഹരിയാന, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ക്യാമ്പ് ചെയ്താണ് വർഷങ്ങളായി ഇവരുടെ പ്രവർത്തനം. നേപ്പാളിലും ഇവർ വൻതോതിൽ ലഹരി മാഫിയ ശൃംഖല ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ലഹരി വിതരണത്തിനായി പ്രത്യേക നെറ്റ്വർക്ക് ഇവർക്കുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ വിവരമുണ്ട്. ചോദ്യം ചെയ്യലിൽ കാര്യങ്ങളൊന്നും വിട്ടുപറയാത്ത സമീപനമാണ് ഈ നൈജീരിയൻ സംഘം സ്വീകരിച്ചത്. എന്നാൽ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പോലീസിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ ഡീകോഡ് ചെയ്തുകൊണ്ടാണ് കോഴിക്കോട് സിറ്റി പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ DIG ടി നാരായണൻ അന്വേഷണ സംഘത്തിന്റെ യോഗം വിളിച്ച് കേസിന്റെ പുരോഗതി വിലയിരുത്തി. കേന്ദ്ര ഏജൻസി FROയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് തുടർ നടപടിയിലേക്ക് കടക്കും. രാജ്യാന്തര മാഫിയ സംഘമായതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസിയുടെ സഹായം ആവശ്യം വന്നാൽ തേടാനും പോലീസ് തലപ്പത്ത് ആലോചനയുണ്ട്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ഇനി സന്തോഷമുള്ളൊരു കാര്യം, കേരളത്തിലെ 40 സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുമെന്ന SKN40 വാഗ്ദാനം 24 പാലിക്കുന്നു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നാണ് 24 ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. നാളെ രാവിലെ 11:30 മണിക്ക് എറണാകുളം തൃക്കാക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം. 14 ജില്ലകളിലായിട്ടാണ് 40 കമ്പ്യൂട്ടർ ലാബുകൾ കൊടുക്കുന്നത്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹായത്തോടെയാണ് 24 കണക്ട് അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെ ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. എന്തായാലും അതൊരുപാട് കുട്ടികളെ ടെക്നോളജിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കാരണമാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. SKN40 അരുത് അക്രമം അരുത് ലഹരി ജനജാഗ്രത കേരള യാത്രയുടെ കോഴിക്കോട് നടന്ന സമാപന സമ്മേളനത്തിലാണ് സംസ്ഥാനത്തെ 14 ജില്ലകളിലെ 40 സർക്കാർ വിദ്യാലയങ്ങളിൽ കമ്പ്യൂട്ടർ ലാബുകൾ നൽകുമെന്ന് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ചത്. SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയയിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നാണ് 24 വാഗ്ദാനം നടപ്പിലാക്കുന്നത്. നാളെ രാവിലെ 11:30 മണിക്ക് തൃക്കാക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം. R ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് തികച്ച വേളയിലാണ് SKN40 അരുത് അക്രമം അരുത് ലഹരി ജനജാഗ്രത കേരള യാത്ര നടത്തിയത്. മാർച്ച് 16 തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച യാത്ര 14 ജില്ലകളും പിന്നിട്ട് ഏപ്രിൽ 20 കോഴിക്കോട് ബീച്ചിൽ ജനലക്ഷങ്ങളുടെ സാന്നിധ്യത്തിൽ സമാപിച്ചു. യാത്രയ്ക്ക് കേരളത്തിലുടനീളം വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയയിൽ മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന പേരിൽ സംസ്ഥാനത്തെ 1000 വിദ്യാലയങ്ങളിൽ 1 വർഷം നീളുന്ന ബോധവൽക്കരണ പരിപാടികൾ നടന്നുവരികയാണ്. ന്യൂസ് ഡെസ്ക് 24. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.